എല്ലാവർക്കും മലയാളം HTML ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് HTMLൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഏകദേശം 8 ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. HTMLൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടിം ബെർണേഴ്സ്-ലീ 1990 HTML റിലീസ് ചെയ്യുന്നത്. HTMLൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. 2014 HTML5 റിലീസ് ചെയ്യുന്നത്. ഏതൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് HTML. ഈ ഒരു HTML പഠിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇതിന് യാതൊരു കോഡിംഗ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ഈ ഒരു HTML എന്ന് പറയുന്നത്. നമ്മൾ HTML5 ബേസിസിലാണ് HTML പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് HTML കോഡിങ്ങിന് വേണ്ടിയിട്ട് കോഡിംഗ് എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. HTML കോഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് വെബ് ബ്രൗസറും അതേപോലെ IDEയുമാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. വെബ് ബ്രൗസർ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഡിഫാൾട്ടായിട്ട് എല്ലാവരുടെയും PC-യിൽ ഉണ്ടാവുന്നതാണ് ഗൂഗിൾ ക്രോം. രണ്ടാമത് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് IDE ആണ്. IDE ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റായിട്ട് ഒരു സൈറ്റ് ഓപ്പണായി വരും. code.visualstudio.com എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്കാണ്. നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിലും സെയിം സ്റ്റെപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഡൗൺലോഡ് വിൻഡോസ് എന്നായിരിക്കും. നിങ്ങൾക്കിനിയിപ്പോൾ മാറ്റണമെങ്കിൽ ഇവിടെ സൈഡിൽ ഈ ഒരു ബട്ടൺ നിൽക്കിയാൽ മാറ്റാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ മാക്കിൻ്റെ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. VS Studio ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ നിങ്ങൾ നോർമൽ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നോർമൽ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. മാക്കിലാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കാണിച്ച ഈ ഒരു സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ വിൻഡോസിലാണെങ്കിലും ഏത് ഡിവൈസിലാണെങ്കിലും ഏത് OS ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ റിലീസ് നോട്ട്സ് ഒന്ന് ക്ലോസ് ചെയ്യുക. നിങ്ങൾക്കിവിടെ വെൽക്കം എന്ന് കാണുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ഫോൾഡർ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഡെസ്ക്ടോപ്പിലൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടാണ്. നിങ്ങൾ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഓപ്പൺ എന്ന് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിന് ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിലായിരിക്കും നിങ്ങൾ കോഡ് ചെയ്യുന്ന എല്ലാ ഫയൽസും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആക്കാൻ പറ്റും. അതേപോലെ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആക്കാൻ ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് തീംസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അടിയിലെ സെറ്റിങ്സ് നിന്ന് ചേഞ്ച് വരുത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തീംസൊക്കെ ചേഞ്ച് ആക്കാനുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇൻസ്റ്റാളേഷനും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കോഡിങ് എങ്ങനെയാണ് HTML സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.